പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലത്തിനടുത്ത് വൈദ്യുത പോസ്റ്റ് മാറ്റുന്നതിനിടയിൽ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. കലഞ്ഞൂർ സ്വദേശി സുബീഷാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, ദാരുണമായ സംഭവമാണ്. അപകടമുണ്ടായത് എങ്ങനെയാണ്? ഹാഷ്മി, അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു മരണ വാർത്തയാണ് കോന്നി മുരിങ്ങമംഗലത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ മുതൽ കോന്നി മുരിങ്ങമംഗലം ഭാഗത്ത് നിന്ന് ഈ വൈദ്യുത പോസ്റ്റുകൾ മാറ്റുന്ന ജോലികൾ, ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വൈദ്യുത പോസ്റ്റുകൾ മാറ്റുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ജോലികൾ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ കോന്നി സബ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രദേശത്ത് വൈദ്യുതി ഉണ്ടാവില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു. അതുപ്രകാരം വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തതാണ്. എന്നാൽ പലയിടങ്ങളിലായിട്ട് ജോലി ചെയ്തു വരുന്നതിനിടയിൽ വൈകിട്ടോടുകൂടിയാണ് ഈ മുരിങ്ങമംഗലം ഭാഗത്ത് വെച്ച് KSEBിയിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള സുബീഷിന് ഷോക്കേറ്റത്. ഷോക്കേറ്റ സുബീഷിനെ ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ സുബീഷ് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഷോക്കേറ്റ് ഉടൻ തന്നെ ഷോക്കേറ്റ് ഗുരുതരമായിട്ട് പരിക്കേറ്റു. പിന്നീട് ആന്തരികമായിട്ടും സുബീഷിന് ചില പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതായത് ക്രെയിനിൽ നിന്ന് വീണതാണോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് വീണതാണോ, ഷോക്കേറ്റ് തെറിച്ചടിച്ച് വീണപ്പോൾ ആന്തരികമായിട്ട് മറ്റെന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ആശുപത്രിയിൽ നിന്ന് അറിയേണ്ടതാണ്. എന്തായാലും അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു അപകട വാർത്തയാണ് പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലത്ത് നിന്ന് പുറത്തു വരുന്നത്. ആ പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ എന്നുള്ള പണി നടക്കുമ്പോൾ തന്നെ ആ സബ്സ്റ്റേഷനിൽ നിന്നും അങ്ങോട്ടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറില്ലേ? അപ്പോൾ പ്രത്യേകിച്ച് പോസ്റ്റ് മാറ്റുന്ന പണിയൊക്കെ നടക്കുമ്പോൾ എന്തായാലും അത് അവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്നതാവില്ലേ? പിന്നെ എങ്ങനെ ഷോക്കേറ്റ് ഉണ്ടാവും ഷിജോ? ഹാഷ്മി, അവിടെയാണ് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഞാനതാണ് പറഞ്ഞു വന്നതും. രാവിലെ മുതൽ തന്നെ ഈ പണി തുടങ്ങിയ സമയം മുതൽ തന്നെ വൈദ്യുതി പൂർണ്ണമായിട്ട് ഓഫ് ആക്കിയിരുന്നു. അപ്പോൾ വൈകിട്ട് എങ്ങനെ ഈ പോസ്റ്റ് മാറ്റുന്നതിനിടയിൽ എങ്ങനെ അവിടേക്ക് വൈദ്യുതി പ്രവഹിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത്. കോന്നി സബ് സ്റ്റേഷനിൽ നിന്ന് ഈ പറയുന്ന വൈദ്യുതി ആ ഒരു ജോലികൾ നടക്കുന്ന സമയത്ത് ഓഫ് ആക്കിയിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഈ പ്രാഥമികമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? അറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഈ വൈദ്യുതി അവിടേക്ക് കടന്നു വന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇനി ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് അറിയേണ്ടതാണ്. എവിടെയാണ് വീഴ്ച സംഭവിച്ചതെങ്കിലും ഒരു ജീവനാണ് ഇതിനകത്ത് ബലി കഴിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. KSEBിയിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള സുബീഷിനാണ് ഇപ്പോൾ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ എന്തായാലും വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് തെറിച്ചു വീഴുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു, ആശുപത്രിയിൽ എത്തിയതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് വൈദ്യുതി ഓഫ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴും വൈദ്യുതി അങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. വരും മണിക്കൂറിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിയും. ഹാഷ്മി, ഷിജോ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ വാർത്തയാണ്. അവിടെ രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റൽ പണികൾ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ കറണ്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു പണികൾ. പിന്നെ പണി പൂർത്തിയാവുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആ വൈദ്യുതി ലൈനിൽ കൂടെ വൈദ്യുതി പ്രവഹിച്ചത് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു താൽക്കാലിക ജീവനക്കാരന് ജീവൻ നഷ്ടമായി എന്നതാണ് സങ്കടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.